ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ടോ അത് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ? ആദ്യം ഞാനിവിടെ ഗ്രീൻ കളറിലെ ജെല്ലി ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 8mm ജെല്ലി ബീഡ്സ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്രിസ്മസ് ചാമാണ്. ഒരു ക്രിസ്മസ് ട്രീയുടെ ചാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ റെഡും ഗ്രീനും രണ്ട് കളേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ റെഡ് ബീഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ത്രെഡ് ആണ്. ഇനി നമുക്ക് കോർത്തെടുക്കാം. ആദ്യം 2 ഗ്രീൻ ബീഡ്, പിന്നെ 2 റെഡ് ബീഡ്, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ കോർത്തെടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയൊരു ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. ഞാൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് 2 ഗ്രീൻ 2 റെഡ് ആയിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. അവസാനം ഇത്രയും ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്. പിന്നെ നമുക്കതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു സിംഗിൾ നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സിംഗിൾ നോട്ട് ഇട്ട് കഴിഞ്ഞ് 2 ഡബിൾ നോട്ട് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഫസ്റ്റ് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കൂടെ 2 പ്രാവശ്യം കയറ്റിയെടുക്കണം കേട്ടോ. അതാണ് ഡബിൾ നോട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഡബിൾ നോട്ടാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞു പോയില്ല കേട്ടോ. അല്ലെങ്കിൽ വെറും സിംഗിൾ നോട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമ്മൾ നോട്ട് ഇട്ട് കൊടുത്തില്ലേ, ഈ നോട്ട് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബീഡിൻ്റെ അകത്തേക്ക് ഇതുപോലെ നന്നായിട്ട് വലിച്ച് കയറ്റി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നോട്ട് പുറത്ത് കാണാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ബ്രേസ്ലെറ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഏകദേശം ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജംപ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജംപ് ബ്രേസ്ലെറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്രീനിൻ്റെയും 2 റെഡിൻ്റെയും നടുക്കായിട്ടാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? ഇതൊരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ പകൽ വെളിച്ചത്തിലുള്ള ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.